അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം രസ്ന. ചൈനീസ് ബാൾസം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബാൾസം എന്ന് പറയുന്നത്. മഷിത്തണ്ട് പോലെയുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള തണ്ടുകളാണ് ഇതിനുള്ളത്. അപ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെടിക്ക് ഉള്ളത്. അപ്പോൾ അതിന് ഭയങ്കര കെയറിങ് വേണം. എന്നാൽ ഒരു ചെറിയ കമ്പുണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ ഗാർഡൻ ഒരു അടിപൊളിയായിട്ട് കളർഫുള്ളാക്കി എടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ്. ചെറിയൊരു കെയറിങ്ങാണ് വേണ്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഒരുപാട് ഡൗട്ട് ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. പേഴ്സണലായിട്ടും ഒരുപാട് കമൻസ് ഒക്കെ ആയിട്ട് വരാറുള്ളതാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കെയറിങ്ങും. ഒരുപാട് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഒന്നും കൂടിയും പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വേറെ പുതിയ പുതിയ കണ്ടൻറ്റുകളൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇത് രണ്ട് തരത്തിലുള്ളതുണ്ട്. ഹൈബ്രിഡും ഉണ്ട്, നാടനും ഉണ്ട്. അപ്പോൾ ഹൈബ്രിഡും ആയാലും നാടനായാലും നമുക്ക് സ്റ്റെമ്മിൽ നിന്നും അതുപോലെ ഇതിനൊരു വിത്ത് വരുന്നുണ്ട്. ആ വിത്ത് നമുക്ക് നട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതൊക്കെ പോകുമ്പോൾ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ് തന്നെക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയലാണ്. വെള്ളം കൂടിപ്പോയാൽ പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ തീരെ വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. വെള്ളം ഇഷ്ടമാണ്. അതുപോലെ അധികം വെയിൽ വേണ്ട. കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വെച്ചാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മളിത് വേര് പിടിപ്പിച്ച ഒരു സ്റ്റെമ്മാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ വേര് പിടിപ്പിച്ചെടുക്കാം. ഒന്ന് മണ്ണിലും അതുപോലെ വെള്ളത്തിലും വെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഒരു ഹൈബ്രിഡിൻ്റെ ഒരു സ്റ്റെം വെച്ചിട്ടാണ് നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കപ്പിൽ അങ്ങനെ ഇതുപോലെ വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം എടുത്തിട്ട് നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റെം കട്ട് ചെയ്ത് വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിൽ വെള്ളത്തിൻ്റെ, അതായത് നമ്മളുടെ ഒരു പോട്ടിലാണ് നമ്മൾ വെക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗത്ത് ഈ സ്റ്റെം തട്ടാൻ പാടില്ല. കുറച്ച് ഹൈറ്റിൽ പൊങ്ങിയിട്ട് വേണം അത് നിർത്താൻ വെക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേരോടി കിട്ടും. അങ്ങനെ വേരോടി കിട്ടി നമുക്ക് മണ്ണിലോ അതുപോലെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പിടിച്ചെടുപ്പിക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഹാങ്ങിങ് ബോട്ടിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടപ്പോൾ നല്ല ലുക്കായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അധികം വെയിലില്ലാത്തടത്ത് ഇട്ടാൽ മതി. നല്ല വെയിൽ തട്ടിനോടത്ത് ഇടണ്ട. അപ്പം നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേ ആണ് എപ്പോഴും ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ 19-19 സ്പ്രേ ആണ് കൂടുതലായിട്ട് അടിച്ചു കൊടുക്കൽ. 19-19 എന്ന് പറയുമ്പോൾ അറിയാത്തവർ കുറേ പേരുണ്ടാവും. ഒരുപാട് വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പറയാം. NPK 19-19-19 എന്ന് പറഞ്ഞാൽ നൈട്രജൻ, അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാഷ്യം കണ്ടൻറ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ടാണ് എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. ഇതിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ് ഇത് നമ്മൾ കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ മണികളായിരിക്കും കേട്ടോ ഇതിൻ്റെ വിത്തുകൾ വരുന്നത്. നമ്മളുടെ വേറൊരു ബാൽസിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ബാൽസം അതുപോലെ തന്നെ അതിൻ്റെ വിത്തിൻ്റെ ഷേപ്പൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് കാണുക. കുറച്ചും കൂടി സൈസ് ഉണ്ടായിരിക്കും. ഒരു മണി പോലെ, കടുക് മണി പോലത്തെ ഒരു ഷേപ്പാണ് വരുന്നത് ഇതിൻ്റെ സീഡ്സിന്. അപ്പോൾ നമ്മൾ സാധാ ഒരു മണലാണ് എടുത്തിട്ടുള്ളത്. മണൽ നല്ല ഇളക്കമുള്ള മണൽ എടുത്തിട്ട് അതിൽ കുറച്ച് ചകിരിച്ചോറും കൂടി മിക്സാക്കിയിട്ടാണ് നമ്മളിത് സെറ്റാക്കണേ. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം തെളിച്ച് കൊടുക്കുക. പിന്നെ ഷെയ്ഡിൽ വെക്കുക കേട്ടോ. നമ്മൾ
പറഞ്ഞ ഫെർട്ടിലൈസർ 19 പിന്നെ വേറൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഓർക്കിഡ് ബൂണാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അത് ഓർക്കിഡിനൊക്കെ അടിക്കുന്നതാണ് കൂടുതലായിട്ട്, പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും മാറി മാറി ഫെർട്ടിലൈസർ കൊടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് നമുക്ക് ഫ്ലവറിങ്ങിന് കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. ഫോസ്ഫറസ് അല്ല, പൊട്ടാഷ്യം. ഫോസ്ഫറസ് വേരിനാണ് കൂടുതൽ നല്ലത്. പൊട്ടാഷ്യം ഉള്ളത് കൂടുതൽ നോക്കി മേടിക്കുക നിങ്ങളെപ്പോഴും പൂക്കൾക്ക് വേണ്ടിയിട്ട് മേടിക്കുമ്പോൾ. അതല്ല ചെടി വലുതാവാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടൻറ്റ് ഉള്ളതും നോക്കി മേടിക്കുക കേട്ടോ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട. അപ്പോൾ പൊട്ടാഷ്യം കണ്ടൻറ്റാണ് പൂക്കൾ കൂടുതൽ വിരിയാനുള്ള ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഒന്നും നമുക്ക് സെയിലിനായിട്ടില്ല കേട്ടോ. കുറച്ച് മുന്നൊക്കെ ഞാൻ സെയിൽ ചെയ്തിരുന്നു, കുറേ പേര് വാങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഇനി ആരും മെസ്സേജിൽ കമൻറ്റിൽ ചോദിക്കേണ്ട ഉണ്ടോ സെയിലിനുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, നമ്മളതിൽ ഇല്ല ഇപ്പോൾ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പുതിയൊരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആക്റ്റീവ് 80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഞാൻ കുറച്ച് മുന്നേ ഇതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു, എൻക്വയറി ഉണ്ടായിരുന്നു ഈ സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനം ഇല്ല, ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ചിരുന്നതാണ്. അപ്പോൾ മോഡിക്കെയർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രൊഡക്ട്സ് ആണത്. അപ്പോൾ അത് ചെയ്യുന്ന ഏജൻറ്റുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി, അവർ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ബോൾസ് മഴക്കാലത്ത് നശിച്ചു പോകുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ് പറയാറ്. പക്ഷെ ഞാനത് വീടിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഫ്ലവേഴ്സ് തന്നത് ഈ മഴക്കാലത്താണെന്നാണ് എനിക്ക് കിട്ടിയൊരു റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ മഴക്കാലത്ത് ഈ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ആ സമയത്തൊക്കെ ഒന്ന് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെയിലിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് മഴക്കാലത്ത് ഇത് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ബാൾസം കൊണ്ട് നമ്മളെ ഗാർഡൻ മൊത്തത്തിൽ നിറയ്ക്കാം. അത്രയധികം പെട്ടെന്ന് പിടിച്ചെടുപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.